ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ടൈമിൽ ഏതെങ്കിലും ഒരു കൺട്രി ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ ഞങ്ങൾ വിയറ്റ്നാമിലേക്കാണ് യാത്ര. കൊച്ചിയിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു വിയറ്റ്നാം തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങൾ, ഈ ഓഗസ്റ്റ് 2023 മുതലാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ വിയറ്റ്നാമിലുള്ള ഹോച്ചിമിൻ സിറ്റി എന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്താണ് ഹനോയ് എന്ന ഇപ്പോഴുള്ള വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോയത്. കൊച്ചിയിൽ നിന്നും ഏകദേശം 5 മണിക്കൂറാണ് ഹോച്ചിമിൻ സിറ്റിയിലേക്ക്. അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് വരണം. ഓൾമോസ്റ്റ് 2 hours ഉണ്ടായിരുന്നു നമുക്ക് ട്രാൻസിറ്റിന്. അപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഹനോയിലേക്ക് വന്നത്. അത് വീണ്ടും ഒരു 2 hours എടുത്തു. വിയറ്റ്നാമിൻ്റെ നോർത്തേൺ ഏരിയ ആദ്യം കവർ ചെയ്തതിന് ശേഷം മിഡിൽ ഏരിയയിലേക്ക് വന്ന് വീണ്ടും സദേൺ ഏരിയയിലേക്ക് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇങ്ങനെ ഡിസൈഡ് ചെയ്തത്. അങ്ങനെ പ്രീവിയസ് നൈറ്റ് 11:30 കയറിയിട്ട് നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ഒരു 12:10 ആയപ്പോഴാണ് ഹനോയിൽ നമ്മൾ ലാൻഡ് ചെയ്തത്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും ഒരു ഡ്രൈവറും വന്നിരുന്നു. ചെറിയ ഒരു മഴപ്പാറ്റിലുണ്ടായിരുന്നു. ഡേ ടൈം ടെമ്പറേച്ചേഴ്സ് 20 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞതെങ്കിലും അതിനേക്കാട്ടിലും എത്രയോ കുറവ് പോലെ തോന്നി അവിടെ എത്തിയപ്പോൾ. ഹനോയിലുള്ള ഓൾഡ് ക്വാർട്ടേഴ്സിലാണ് ടൂറിസ്റ്റുകൾക്ക് സാധാരണമായിട്ട് ഇവർ അക്കോമഡേഷൻ സെറ്റാക്കുന്നത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ള ഏരിയാസ് ഉള്ളത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ 2 വീലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് വിയറ്റ്നാം. ഇവിടെ എല്ലാവരും ബാക്കിൽ ഇരിക്കുന്നവരടക്കം ഹെൽമെറ്റ് ധരിച്ചാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു 40 മിനിറ്റ് എടുത്തു ഞങ്ങളുടെ ഹോട്ടലെത്താൻ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ടൂർ ഗൈഡ് ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ പ്ലാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നല്ല വൃത്തിയുള്ള റൂമിൽ 2 അരയന്നങ്ങളെ ബെഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി ലഞ്ച് കഴിച്ചിട്ട് വന്നു. വിയറ്റ്നാമീസ് ഭക്ഷണത്തിനെ പറ്റിയും സ്ട്രീറ്റ് ഫുഡിനെ പറ്റിയും ഒക്കെ പറയണമെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് തോന്നുന്നു. അത്ര അധികം വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളാണ് അവിടെ ഉള്ളത്. സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ വീണ്ടും എത്തി. നാട്ടിൽ നിന്നും മാറ്റിയ ഡോളേഴ്സ് ഇവിടെ ലോക്കലായിട്ട് വിയറ്റ്നാമീസ് ഡോങ് എന്ന ഇവരുടെ പൈസയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. എന്നാലാണ് ഇവിടെ കടകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായി ഞങ്ങളെ ഈ ഡ്രൈവർ അവർക്ക് പരിചയമുള്ളൊരു ലോക്കൽ കടയിലേക്ക് കൂട്ടിയിട്ട് പോയി. അപ്പോൾ എയർപോർട്ടിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു ഇന്ത്യൻ റുപ്പിക്ക് ഏകദേശം 290 വിയറ്റ്നാമീസ് ഡോങ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ഇവിടെ വന്ന് $200 എക്സ്ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ലക്ഷപ്രഭുക്കളായി. 5 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഒക്കെ ഒറ്റ നോട്ടുകളാണ് വിയറ്റ്നാമീസ് ഡോങ്ങിലുള്ളത്. അങ്ങനെ പോക്കറ്റിൽ ലക്ഷങ്ങൾ വന്ന സന്തോഷത്തിൽ ഞങ്ങൾ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോയി. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും ഈ ട്രെയിനുകൾ വരുന്നതിൻ്റെ ഒരു ഷെഡ്യൂള് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഈ ഹനോയിലുള്ള ട്രെയിൻ സ്ട്രീറ്റ്. 1902 ഫ്രഞ്ചുകാരാണ് ഇവിടെ ഈ ട്രാക്ക് നിർമ്മിച്ചത്. ഹനോയ് മുതൽ ഹോച്ചിമിൻ സിറ്റി വരെയാണ് ഈ റെയിൽപാത. ഈ ഇടുങ്ങിയ റെയിൽപാതയുടെ 2 വശങ്ങളിലും നമുക്ക് കോഫി ഷോപ്പുകളും കഫേകളും പിന്നെ പലതരത്തിലുള്ള ഈറ്ററീസും കാണാം. ടൂറിസ്റ്റുകൾക്കൊരു മെയിൻ ഫോട്ടോ സ്റ്റോപ്പാണ് ഇത്. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സൈഡിലുള്ള ഒരു കഫേയിൽ സ്ഥലം പിടിച്ചു. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെയുള്ള ബാഗുകളും തൊപ്പികളും എല്ലാം വിൽക്കാനായി പലതരം കച്ചവടക്കാർ അതുവഴി വരുന്നുണ്ടായിരുന്നു. ഞാനും 1 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ് കൊടുത്ത് ഒരു ബാഗ് വാങ്ങി. ഇവിടുന്ന് വാങ്ങിക്കുന്ന ബിയർ കുപ്പിയുടെ അടപ്പ് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ടൊരു സൊവിനിയർ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയെന്നല്ലേ? ഇതിൻ്റെ മെറ്റാലിക് ക്യാപ്പ് എടുത്ത് എല്ലാവരും ഈ റെയിൽപാളത്തിൽ വെക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ ഇതുവഴി പാസ് ചെയ്തതിന് ശേഷം അതിനെ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കഫേ ഓണേഴ്സ് എല്ലാം ഇവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിച്ച് അവരുടെ കടകളിൽ ഇരുത്തുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ ടൈം നോക്കിയിട്ടാണ് പലരും ആ വഴിക്ക് എത്തുന്നത്. ഇതുപോലെ വിൽക്കാനുള്ള പല സാധനങ്ങളുമായി വരുന്നതെല്ലാം സ്ത്രീകളാണ്. ടേബിളിൻ്റെ 2 സൈഡിലും ആളുകളെല്ലാം വന്ന് ഇരിപ്പുറപ്പിച്ചു. ട്രെയിൻ വരുന്നതിൻ്റെ സൈറൻ കേട്ടാലുടൻ ഈ ലോക്കൽ കഫേ ഓണേഴ്സ് എല്ലാം വന്ന് ഈ പാളത്തിനടുത്തുള്ള ചെയറുകളെല്ലാം മടക്കി വേഗം തന്നെ മാറ്റിക്കളയും.
പേപ്പർ കട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ പോപ്പ് ഔട്ട് ചെയ്യുന്ന തരം ഗ്രീറ്റിംഗ് കാർഡുകൾ, അതായത് ഡ്രാഗൺ, മയില്, പഗോഡ, അങ്ങനെ പലതരത്തിലുള്ള കട്ട് വർക്കുകളാണ്. ഇതിങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് പോലെ മടക്കി വെക്കാം, തുറക്കുമ്പോൾ ഇതിങ്ങനെ പോപ്പ് ഔട്ട് ചെയ്യും. അങ്ങനെയുള്ള പലതരം ഹാൻഡ് വർക്ക് ചെയ്ത ഐറ്റംസ് ആണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റു ചില കച്ചവടക്കാരാവട്ടെ ഇതുപോലെ തോളിലേറ്റിയ കൂടകളിൽ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ചക്ക, മാങ്ങ, പേരയ്ക്ക മുതൽ ഡൂറിയാൻ വരെ ഇതിലുണ്ട്. ട്രെയിൻ വരാനുള്ള സമയമായതോടുകൂടി എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റ് അങ്ങ് ഹൈ ലെവലായി. ഔട്ടർ സൈഡിലുള്ള ചെയർ എടുത്ത് മാറ്റലും ആളുകളെ ഒതുക്കലും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എല്ലാവരുടെയും കാത്തിരിപ്പിനൊരു അവസാനമായി അതാ ട്രെയിൻ വന്നു തുടങ്ങി. ടൂറിസ്റ്റുകളുടെ എല്ലാം എനർജി ലെവലും ഒരു എൻതൂസിയാസും ഒക്കെ കാണുമ്പം ഒരു സേഫ്റ്റി ഇഷ്യൂ കൂടി ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ഒറിജിനൽ ട്രെയിനാണ് വരുന്നത്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ആളുകളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. ചുറ്റുമുള്ള ഈ ലൈറ്റ്സും ഈ ട്രെയിൻ ഇത്ര അടുത്ത് പാസ് ചെയ്യുന്നതിൻ്റെ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി വല്ലാത്തൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കയ്യെത്തി തൊടാവുന്ന ദൂരത്തൂടെയാണ് ഈ ട്രെയിൻ പാസ് ചെയ്തു പോകുന്നത്. ട്രെയിൻ പാസ് ചെയ്ത് പോയതിന് ശേഷം നേരത്തെ വെച്ച ആ കുപ്പിയുടെ അടപ്പ് എന്തായി എന്നറിയാൻ വേണ്ടി എല്ലാവരും ട്രാക്കിലേക്ക് ഇറങ്ങി. ട്രെയിൻ കയറി ഇറങ്ങി ഇപ്പോൾ ആ ക്യാപ്പ് ഒരു കോയിൻ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഹനോയ് നഗരത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്കൊരു മൊമെൻറ്റോ റെഡിയായി. ആളുകളെല്ലാം പതുക്കെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ കഫേ ഓണർ പറഞ്ഞു 30 മിനിറ്റ്സിനുള്ളിൽ ഇതുവഴി ഇതിനേക്കാൾ നീളമുള്ളൊരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടെന്ന്. ഒരിക്കൽ കൂടി ആ ത്രിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ കറങ്ങി നടന്നു. അതാ വരുന്നു അടുത്ത ട്രെയിൻ. ഒരു ഉത്സവം കഴിഞ്ഞ പ്രതീതിയായിരുന്നു അവിടെ എങ്ങും. ട്രെയിൻ പാസ് ചെയ്തതിന് ശേഷം അവിടെ റോഡ് ക്ലോസ് ചെയ്തിരുന്നതിനെ ഓപ്പൺ ചെയ്ത് വണ്ടികളെല്ലാം പോകാൻ തുടങ്ങി. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായി അതിൻ്റെ പാരലൽ റോഡിൽ തന്നെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ജനറലി ഇതുപോലെയുള്ള കുട്ടി കസേരകളും ടേബിളുകളുമാണ് ഇട്ടിട്ടുള്ളത്. ഈ പോകുന്നതാണ് സൈക്ലോ അല്ലെങ്കിൽ സിക്ലോ എന്ന് പറയുന്ന ഇവിടുത്തെ സൈക്കിൾ റിക്ഷാസ്. നടന്ന് ക്ഷീണിച്ചവർക്ക് ഇതിൽ കയറി പോകാം. വിയറ്റ്നാമീസ് ഫുഡ് എന്ത് ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ നിറയെ വെജിറ്റബിൾസും കാണാം. അങ്ങനെ ഡിന്നറും കഴിച്ച് ഞങ്ങൾ നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ഹോട്ടലിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.